പാകിസ്ഥാനിൽ ഒരു വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവിടെ കുഞ്ഞുങ്ങളടക്കം മരിച്ചത് വലിയ രീതിയിലുള്ള ആഘാതമാണ് പാക് ജനതയ്ക്ക് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യത്തിനെതിരെ വലിയ പ്രതിഷേധം പാക് ജനതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. ഈ മരണപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പ്രചരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിലെ തിറ താഴ്വരയിലാണ് പാകിസ്ഥാൻ സൈന്യം കൂട്ടക്കൊല നടത്തിയത്. എന്തായാലും പ്രാദേശിക പ്രതിനിധികൾ ഇതിന് സാക്ഷ്യമായിരുന്നു. ഇമ്രാൻഖാന്റെ പാർട്ടിയായിട്ടുള്ള തെഹ്രീക്ക് ഇൻസാഫ് ഇതിനെ സ്വന്തം പൗരന്മാർക്ക് നേരെയുള്ള ജെറ്റ് ബോംബിംഗ് എന്ന് വിശേഷിപ്പിച്ചു. സൈന്യത്തിന്റെ ഈ പ്രവേശയിൽ ഖൈബർ പഖ്തൂൺഖ്വ നിയമസഭാംഗം അബ്ദുൾ ഖാനി അഫ്രീദി രോഷം പ്രകടിപ്പിക്കുകയും ടിറ ഖേലിയിൽ നിരപരാധികളായ കുട്ടികളെയും യുവാക്കളെയും സ്ത്രീകളെയും ക്രൂരമായി കൊല്ലപ്പെടുത്തുന്നത് മനുഷ്യരാശിക്കെതിരായ വ്യക്തമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്ന് പറയുകയും ചെയ്തു. ഇവിടെ ഏകദേശം 30 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകർ ഐക്യരാഷ്ട്രസഭയാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭ എന്തുകൊണ്ടാണ് ഇത് കാണാത്തതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇത് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഗാസ കാണുന്ന ഇവർ എന്തുകൊണ്ട് പാകിസ്ഥാൻ കാണുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഗാസയുമായിട്ടുള്ള താരതമ്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഈ തിറ പ്രദേശത്ത് നടന്ന ബോംബാക്രമണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടുത്തെ കുട്ടികളെയും ഇവിടുത്തെ കുട്ടികളുടെയും മൃതദേഹം ഒരുപോലെയാണെന്നും 2 കുട്ടികളും മനുഷ്യനാണെന്നും 2 കുട്ടികൾക്കും വ്യത്യാസമൊന്നും ഇല്ലെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരും ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. അതിൻ്റെ കൂട്ടത്തിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയായിട്ടുള്ള തെഹ്രീക്ക് ഇൻസാഫും ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാനുള്ള പ്രേരണയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായിരുന്നാലും ഈ ഒരു കലാപത്തിൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു പാക് സർക്കാരിനെ നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവർക്ക് നേരെയും പാകിസ്ഥാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.